എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? അങ്ങനെ കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇന്ദുചൂടൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ വ്ളോഗാണ്. 15ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് ഇന്ന്. 2009 ഓഗസ്റ്റ് 23 കേട്ടോ നമ്മുടെ കല്യാണം കഴിഞ്ഞ ദിവസം എന്ന് പറയുന്നത്. സൗപർണിക ഓഡിറ്റോറിയത്തിലായിരുന്നു കല്യാണം. സൗപർണികയുടെ തന്നെ മിനിയിലായിരുന്നു കേട്ടോ നമ്മുടെ എൻഗേജ്മെൻറ്റും നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രണ്ടെണ്ണവും നമ്മൾ നടന്നിട്ടുള്ളത് സൗപർണികയിൽ വെച്ചിട്ട് തന്നെയാണ്. അതുപോലെ തന്നെ റിസപ്ഷൻ നടന്നത് ഷാ ഇൻ്റർനാഷണലിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ. ഇത് കറി വെച്ചിട്ടുള്ളതാണ്, മുതിരയാണ് കേട്ടോ. പിന്നെ ചോറ്, ഇന്നലെ പുട്ടുണ്ടാക്കിയത് ബാക്കിയുണ്ട്, അപ്പോൾ നമുക്കിന്നത് ചൂടാക്കാം. ഇനി വേറെ ഉണ്ടാക്കണ്ട, വേസ്റ്റ് ആവും അല്ലെങ്കിൽ ഫുഡ്. ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം തിളപ്പിച്ചുള്ളതാണ്. ഇതിപ്പോൾ കാലത്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് വെറുമായിട്ടിൽ ഇപ്പം ഈ വെള്ളം ഇട്ടാ കുടിക്കുക ഞാനും പിള്ളേരും. എന്താണത്? അയ്യോ, ഇതിനായിരുന്നു ഇന്നലെ പോയിരുന്നത്. കരഞ്ഞോ? കരയണത് കിട്ടുന്നു. ഇതിപ്പോ ചെയ്ത് മോന്റെ ഒന്നും കിട്ടില്ല. അതുപോലെ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. എന്റെ കണ്ണ് നീറായിട്ടുണ്ട്. 18 വയസ്സായി നന്ദമോളാണ് ഈ കാണുന്നത്. 1 വയസ്സുള്ളപ്പോ ഒക്കത്ത് വന്ന് കയറിയിരുന്നതാണ്. ഇപ്പോഴും നാണോ മണില്ലാതെ അടുക്ക് ഞങ്ങളുടെ കല്യാണത്തിന്റെ അന്നാണ് കേട്ടോ നന്ദൂന്റെ പിറന്നാള്, ബർത്ത്ഡേ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് നന്ദൂന്റെ പിറന്നാൾ ആഘോഷിച്ചത്. എന്നിട്ട് തൊട്ട് ഞങ്ങൾ പോണത്തേക്കൊക്കെ ഞങ്ങളുടെ പിന്നാലെ വരും. ഒരു നാണം മനില്ലാണ്ട്. നന്ദൂന്റെ കാര്യം പറഞ്ഞ കേട്ടാ, ഞങ്ങള് ചാവക്കാട് പോയിട്ട് ഞങ്ങള് 3 ആള് കൂടിയിട്ട് ഞങ്ങളുടെ പിന്നാലെ എപ്പോഴും വരും കേട്ടാ. ഞങ്ങള് 3 ആള്, ഞാനും ഏട്ടനും നന്ദു, ഇത്രേ ഉള്ളൂ 1 വയസ്സിട്ടാ. എന്നിട്ട് മരുന്ന് വാങ്ങിക്കാൻ പോയി, അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാൻ പോയി. അപ്പൊ അതിന് മുന്നേ ഞങ്ങൾ സഫയറിൽ കയറിയിട്ട് ബിരിയാണി കഴിച്ചു. നന്ദുവിന് ഞാനൊരു ചിക്കന്റെ പീസ് കൊടുത്ത്, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ചിക്കന്റെ പീസ് കൊടുത്ത് നമ്മളത് കഴിച്ചു എന്നല്ലേ വിചാരിക്കുക. അതായത് ഞങ്ങൾ മരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോ കൂടുതൽ വായിൽ എന്തോ ഇരിക്കുന്നു, ഒരു സാധനം ഇങ്ങനെ ഇരിക്കുന്നു. ഉറങ്ങിട്ടായിരുന്നിട്ട് വായ ഞാനിങ്ങനെ പൊളിച്ചു നോക്കി ചിക്കൻ വെച്ചിട്ടിരിക്കും. അയ്യോ, കൊറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. മറ്റേ കാര്യം പറഞ്ഞിട്ടുണ്ടേ, അമ്മേനെ വേണമെന്നൊന്നുമില്ല. ഞങ്ങള് പോയി കാലത്ത് പോയി വൈകുന്നേരം എന്താ ശല്യം മിണ്ടാതിരുന്നോളൂ. വണ്ടിയമ്മ എങ്ങനെ ഇരിക്കും, സ്കൂട്ടറാണ് നമുക്ക് കാണുന്നില്ല. ബൈക്കും ഇവിടെ ഫ്രണ്ടിൽ ഇരിക്കുക, അല്ലെങ്കിൽ ഈ ഗ്യാപ്പിൽ ഇവിടെ ബാക്കിലിരിക്കും. കുഴപ്പം വന്നിട്ട് അങ്ങനെയുള്ള സാധനമാണ് ഇങ്ങനെയായിട്ടിരിക്കണ തങ്കപ്പോത്ത്. ഇത് നീ ഇൻസ്റ്റാഗ്രാമിൽ പൊക്കിണ്ടാവല്ലേ? അല്ല, ഞാന് ഫോട്ടോസ് തരാനുണ്ട്. ഓ, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് തരാനുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ തരാൻ പറഞ്ഞപ്പോ നമുക്ക് മനസ്സിലായില്ല. അമ്മ വീഡിയോ എഡിറ്റ് ചെയ്യാനാന്ന് വിചാരിച്ച്. ഇവർക്ക് ഈ പരിപാടി ഉണ്ട്, എഡിറ്റിങ്ങിന്റെ പരിപാടി ഉണ്ട്. നന്ദുമോൾ ഉണ്ടാക്കിയതാട്ടാ. നന്ദുമോൾക്ക് ഇങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ ഉണ്ട്. ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കും, പിന്നെ എന്താടി മറ്റേ സാധനം റെസിനാർട്ട് ചെയ്യും. അങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ കുഞ്ഞു കുഞ്ഞു മറ്റു സാധനങ്ങൾ, പോളറൈഡ് ഫോട്ടോ ഒക്കെ ഉണ്ടാക്കൂട്ടാ. നിങ്ങൾക്ക് ആരെങ്കിലും വേണമെന്ന് വെച്ചാല് നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അയച്ചു തരും, കൊറിയർ വഴി എവിടേക്കോ ലോകത്തിന്റെ എവിടേക്കോ അയച്ചു കൊടുക്കും അല്ലേ? ഇത് പായുമ്പേടെ അല്ലേ? അമ്മുമ്പേടിയും പായുമ്പടി ഗിഫ്റ്റ് ആണ് കേട്ടോ. അയച്ചെങ്ങനുണ്ട്? ഹാപ്പി ഹാപ്പി ഹാപ്പി. ഇഷ്ടായി.
അമ്മക്ക് എന്താ അമ്മ അങ്ങനെ പഠിക്കാൻ ഇച്ചിട്ടില്ല അച്ഛാണ് ഇതില്ല എടുത്തു അച്ഛൻ അച്ഛ അമ്മ ഈ കവർ നല്ല ഭംഗിയുണ്ടല്ലോ എന്തോ എവിടുന്നാ നവമാട്ടീന്നാ ഒരു കട ഉണ്ട് തൃപ്പൂർ അവിടെ നീ ഇതിലാണ് ഇട്ട് കൊടുക്കാറ് എനിക്ക് വാങ്ങിയത് കവർ പോട്ട് വാങ്ങിയാ നല്ല കവർ ഇട്ടാ നല്ല ഭംഗിയുള്ള കവർ നോക്കിയേ നല്ല ബോക്സ് വാങ്ങാൻ പോയതാ ബോക്സ് ഇത് കൊള്ളൂല കവർ വെറൈറ്റി സംഭവം ഞാൻ നോക്കാം അപ്പൊ കാല് പിടിക്കേ അനുഗ്രഹം വാങ്ങിക്കേ ഇവിടെ കാല് പിടിച്ചോ ഞാൻ എന്റെ ബർത്ത്ഡേ അനുഗ്രഹം തരുമേ നല്ല കുട്ടിയായിട്ട് പഠിച്ചിട്ട് വരണം നല്ല കുട്ടിയായിട്ട് പാസ്സാവണം ക്ലാസ്സിൽ വർത്തമാനം പറയരുത് അങ്ങോട്ടും കൂടെ നോക്കരുത് പിന്നെ റോട്ടിൽ കൂടെ നടക്കുമ്പോ സൈഡിൽ നടക്കാണ്ട് നേരെ നടക്കണം ബസ്സിൽ കയറുമ്പോ വീഴാണ്ട് റോട്ടിൽ വീഴാണ്ട് പ്രത്യേകം നടക്കണം പിന്നെ ഒന്നാം പിറന്നാളാന്നിട്ടുള്ള ഒന്നാം പിറന്നാളൊന്നും വേണ്ട കുളിക്കാത്ത സേഫ് ഡ്രസ്സ് ഇട്ട ഡ്രസ്സ് ഇട്ടിട്ട് ഞാനിന്ന് പോകുന്നത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം അന്തുന്റെ ഫ്രണ്ട്സ് ഒക്കെ പ്രത്യേകം കേൾക്കാം അന്ത് കുളിക്കില്ല ഞാൻ കുളിക്കും തല കുളിച്ചിട്ടില്ല കേട്ടോ തല കുളിച്ചിട്ടില്ല കുളിച്ചിട്ടില്ല പിന്നെ ഇന്നലെ ഇട്ട ഡ്രസ് തന്നെയാണ് ഇന്ന് സ്കൂളിലേക്ക് പോണത് പിറന്നാളാണ് പക്ഷെ ശ്രദ്ധിക്കണം ചേച്ചിയുടെ മുടി ക്ലാസ്സിലെ കുട്ടികളൊക്കെ വരുന്നത് ഈ കാല് പിടിക്കുമ്പോ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഇത് ഞാൻ സ്ഥിരം അമ്മൂനോടും ഭായനോടും ഇതുപോലൊക്കെ തന്നെയാണ് കേട്ടോ പറയാ അല്ലാണ്ട് വീഡിയോക്ക് വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടി പറഞ്ഞോന്നല്ല ഇത് ഇവർക്ക് ഇവിടെ സ്ഥിരമാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഇതേപോലെ ഞാൻ എല്ലാം എണ്ണി പറക്കി അന്നേരം കൊണ്ട് പറഞ്ഞിട്ടാണ് പിന്നെ അവിടെ നിന്ന് എണ്ണിപ്പിക്കുള്ളൂ കേട്ടോ അതൊരു വെറുതെ തമാശക്ക് അവർക്ക് അത് ഇഷ്ടമാണ് സംഭവം എന്ന് വല്ലവർക്ക് മനസ്സിലായ ഈ ഒരു ഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ട് പായുവിൻ്റെ അല്ല കേട്ടാ ഇയാളുടെ ഈ ഒരു ഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ട് വലിച്ചിട്ടതാണ് ഈ കാണുന്നത് മൊത്തം ഈ ഒരു ഔട്ട്ഫിറ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൽ പാവാട അമ്മു കടം വാങ്ങിയതാണ് ഇത് എൻ്റെ പാവാടയാണ് ഇത് പ്രാവശ്യം അച്ഛൻ ഗൾഫിൽ പോയപ്പോൾ എടുത്തു കൊടുത്തതാണ് കേട്ടോ സെയിം എനിക്കുണ്ട് ഗോൾഡ് എനിക്ക് മാത്രല്ല പായനുണ്ടല്ലോ പായന് കുട്ടികളുടെ വാച്ചല്ലേ വേണ്ടത് കുട്ടികൾക്ക് കുട്ടികളെ വാച്ച് അതെ നീ കുത്തിയാണ് കുത്തിന്ന് വെച്ചാ പട്ടി അല്ല കുത്താന്ന് വെച്ചാ പട്ടി സോറി കുത്തി അതിന്റെ മറ്റേ പട്ടീനെ പറയണ്ടാവും അല്ല പട്ടി എന്തോട്ടാവട്ടെ പിന്നെ നമ്മുടെ പോളറൈസ്ഡ് ക്യാമറയാണ് കേട്ടോ അപ്പൊ നമ്മള് പോളറൈസ്ഡ് ക്യാമറയൊക്കെ എടുത്ത് എങ്ങടാ പോണേന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ ഇത് നമ്മളൊരു സർപ്രൈസ് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ കാണും തമ്പനയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാലും ഒരു സർപ്രൈസ് അല്ലേ മുട്ടി യൂട്യൂബ് ചാനലിൽ അക്കൗണ്ട് എന്ന് പറയണേട്ടാ അക്കൗണ്ടിൻ്റെ ഫ്രണ്ട്സിനോട് എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണേട്ടാ നടക്കും ചെരുപ്പാണ് ചെരുപ്പാണ് ഈ ഇട്ടിട്ട് വരുമ്പോൾ 2 ദിവസം പിടിക്കും പതുക്കെ ഓടി വീഴരുത് അപ്പോൾ നമ്മൾ പോകുന്നത് പുതിയ വീട്ടിലേക്കാണ് എന്താ ഒരു നീല കളർ അല്ലേ നീല ഷെയ്ഡ് അടിച്ചുള്ളതാണ് അത് എന്താണാവോ അത് എനിക്ക് മനസ്സിലാവില്ല മുകളിൽ ലൈറ്റ് കത്തിക്കണ പോലെ അതെന്താണ് അത് ആൻ്റിയോട് ചോദിച്ചു നോക്കിയാൽ അതെന്താ സംഭവം നല്ല രസമുണ്ട് അല്ലേ കാണുമ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ പക്ഷെ വേറെ കളറാട്ടാ വരുന്നത് വീഡിയോയിൽ വേറെ കളറാണ് വരുന്നത് ശരിക്കില്ലേ ഇത് കാണുമ്പോ ഒരു അട്രാക്റ്റീവ് അതെ നമ്മൾ ഹോം ടൂർ വേറൊരു ദിവസം ഹോം ടൂറിന് വേണ്ടി മാത്രമായിട്ട് എടുക്കും മുകളിൽ കണ്ടാൽ നീലയുടെ റിഫ്ലക്ഷൻ വന്നത് ഈ ഒരു പെയിന്റ് ഇവിടെ അടിച്ചുള്ള തന്നെയാണ് കേട്ടോ അത് ഒരു പ്രത്യേക ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അത് നമ്മൾ മൊത്തത്തിലുള്ള ഇതിലൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെന്തായാലും ഹോം ടൂർ വേറെ ഇടും കേട്ടോ വീഡിയോ ഇത് തക്കടു ഇവിടെ ഇത് കർണനാണ് കേട്ടോ കർണൻ ഇവിടെ ആനപ്രാന്ത് കൂടുതലാണ് അപ്പോൾ ആനേനെ ഇത് പറവൂരല്ലേ അല്ല എറണാകുളത്ത് നിന്ന് അവൻ പറഞ്ഞുതരും കേട്ടോ ഈ പേജിൻ്റെ പേരെന്താന്ന് അവിടെ നിന്ന് പറഞ്ഞുണ്ടാക്കിപ്പിച്ചതാണ് കേട്ടോ ഈ ആന ഇവിടെ 2 എണ്ണത്തിനും ആനപ്രാന്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാന്താണ് വീട്ടിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇതാണ് ഞങ്ങളുടെ മേമ എന്ന് പറയുന്നത് മേമ ഒന്നും ഇല്ല കേട്ടോ പായിന് ഒരു 3 മാസമുള്ളപ്പോൾ മേമ മരിച്ചു അക്കൗണ്ട്
നിക്കോ ഞങ്ങൾ പോവുകയാണ് ഹായ് പറ വ്ളോഗ്. ഗൈസ് ഞങ്ങൾ പോവുകയാണ് കാർ എടുക്കാൻ. അതെ അങ്ങനെ നമ്മൾ കാർ എടുക്കാൻ വേണ്ടി പോവാണെന്ന് കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ, കാർ എടുക്കണം എന്നുള്ളത്. ഇതാണ് ജീവൻ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് നമ്മൾ ടിയാഗോ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ടിയാഗോ ഞാൻ പറഞ്ഞിട്ടുണ്ട് പലവട്ടം, ടിയാഗോ നമ്മുടെ വണ്ടിയല്ലായിരുന്നു. പലർക്കും തെറ്റിദ്ധാരണയുണ്ട് കാരണം നമ്മുടെ വണ്ടിയായിരുന്നു എന്ന്. നമ്മുടെ വണ്ടിയല്ല കേട്ടോ, എൻ്റെ ചേട്ടൻ്റെ വണ്ടിയാണ് ടിയാഗോ. ശ്രീമോള് ഗൾഫിലേക്ക് പോണേൻ്റെ തലേദിവസമാണ് കേട്ടോ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. പോയ അന്നോ അതിൻ്റെ തലേദിവസമാണ് വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ തന്നെയാണ് അത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിൻ്റെ കീയും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഏട്ടൻ മറ്റേ മൊബൈലിൽ വീഡിയോ കോൾ വിളിച്ചിട്ട് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആൾക്ക് വരണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ആളുടെ ഒരു സൈറ്റിൻ്റെ ലാസ്റ്റ് ഫിനിഷിങ് വർക്കായിരുന്നു. അപ്പോൾ അവർക്ക് കുറേ ചെക്കിങ്ങും കാര്യങ്ങളും മുനിസിപ്പാലിറ്റിയിൽ അതും ഇതൊക്കെ അങ്ങനെ എന്തൊക്കെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വന്ന് ചെക്ക് ചെയ്യും സൈറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കാരണമാണ് ആൾക്ക് വരാൻ പറ്റാതിരുന്നത് കേട്ടോ. നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെയാണ് കേട്ടോ ഈ ഒരു വണ്ടി എടുത്തത്. കാരണം ഇപ്രാവശ്യം ഞാൻ ഗൾഫിലേക്ക് പോകുമ്പോഴാണ് ശ്രീമോള് വണ്ടി ഓടിക്കാൻ തുടങ്ങിയത്. പിന്നെ നമ്മൾ അവരെ കയ്യിൽ നിന്ന് വണ്ടി തിരിച്ച് വാങ്ങിക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടായിരുന്നു. ഏട്ടൻ്റെ അടുത്ത് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഈ വണ്ടിയിലേക്ക് തിരിച്ചെത്തുന്നത്. കാരണം അവർ ഇത്ര നാൾ അവർ യൂസ് ചെയ്യാതിരുന്നത് കൊണ്ടാണ് നമ്മളത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവരത് ഉപയോഗിക്കുമ്പോൾ നമ്മളത് തിരിച്ച് വാങ്ങിക്കുന്നത് ശരിയല്ലല്ലോ. ശരിക്കും പറയുകയാണെങ്കിൽ ടിയാഗോ നമ്മുടെ കയ്യിലുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഈ വണ്ടീനെക്കുറിച്ച് ചിന്തിക്കില്ല കേട്ടോ. പക്ഷെ അത് എന്താ പറയുക, ഒരു ഒട്ടും പ്രതീക്ഷിക്കാതെ ലൈഫിലേക്ക് കടന്നു വരുന്നൊരു സന്തോഷം എന്ന് പറയില്ലേ, നമ്മൾ തീരെയും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് ഇപ്പം ഏട്ടൻ പറയും ടിയാഗോ നമ്മുടെ കയ്യിൽ നിന്ന് അത് പോയത് നന്നായി, കാരണം അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു വണ്ടി വാങ്ങിക്കണം എന്നുള്ള ചിന്തയിലേക്ക് എത്തിയതെന്ന്. അത് സത്യമാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ അതുമ്പോൾ സ്റ്റക്കായിട്ടിരിക്കും, അതുമ്പോൾ സ്റ്റിക്കായിട്ടിരിക്കും. അത് നമ്മളൊന്ന് വെറുപ്പെടുത്തി നോക്കുമ്പോഴാണ് നമ്മൾ അതിനെ കവിഞ്ഞ് നമ്മൾ ചിന്തിക്കാൻ ശ്രമിക്കുകയുള്ളൂ, അതിനുവേണ്ടി പ്രയത്നിക്കുകയുള്ളൂ. അങ്ങനെ ഒത്തിരി നാളത്തെ ഒരു സ്വപ്നമായിട്ട് ഇരുന്നോടുന്ന ഒരു കാര്യം, നമ്മുടെ ചിന്തയിൽ പോലും ഇല്ലാത്തൊരു കാര്യം ഇവിടുത്തെ റിവീലാവാൻ പോവുകയാണ്. നമ്മൾ ടാറ്റയുടെ പഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കേക്കൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. കാരണം നമ്മൾ ഇതിന് മുന്നേ ടിയാഗോ എടുത്തപ്പോൾ കേക്ക് മുറിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇതെന്താണെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ടായിരിക്കും അവർ കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനൊത്തിരി നന്ദിയുണ്ട് കേട്ടോ. ഞാൻ ഇന്നത്തെ ദിവസം, അതായത് വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഒരു പായസം പോലും വെച്ചിട്ടുണ്ടായിരുന്നില്ല, കേക്ക് മുറിക്കണം എന്നുള്ളൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്രാവശ്യത്തെ വെഡിങ് ആനിവേഴ്സറി ഞാൻ ഭയങ്കര എന്താ പറയുക, ഒരു ഡ്രസ്സ് എടുക്കലോ അല്ലെങ്കിൽ ഇപ്പോഴായി പിന്നെ ഞാൻ ചെയ്യാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ പായസം ഇല്ലാത്ത, സദ്യ ഇല്ലാത്ത, കേക്ക് മുറിക്കാത്ത, ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്ന ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് കേക്കൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുള്ള ടാറ്റ കമ്പനിയോടും അതുപോലെ തന്നെ ജീവൻ ചേട്ടനോടും ഞാൻ ഒത്തിരി നന്ദി പറയാണ് കേട്ടോ. തക്കടൂന്ന് കാലത്താണ് കേട്ടോ ബഹ്റൈനിൽ നിന്ന് വന്നത്. കാരണം ചേട്ടൻ 2 ദിവസം മുന്നേ പോയി. ചേട്ടൻ പോയതിന് ശേഷമാണ് അവൻ വരുന്നത്. വീട് പാർക്കലായിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. കുറച്ച് ദിവസത്തേക്കുള്ളൂ ആൾ വന്നിട്ടുള്ളത്. നമ്മളെടുത്തിട്ടുള്ളത് ഓട്ടോമാറ്റിക്കാണ് കേട്ടോ വണ്ടി. ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഓട്ടോമാറ്റിക് ട്രൈ ചെയ്യാത്ത ഒരാളാണ്. അങ്ങനെ പറയാൻ പറ്റില്ല, ഓട്ടോമാറ്റിക് ഞാൻ ഓടിച്ചിട്ടുണ്ട്. കാരണം ഗൾഫിൽ ഇതുപോലെ ഏട്ടൻ്റെ വണ്ടി ഞാൻ ഒരിക്കൽ ട്രൈ ചെയ്തിട്ടുണ്ട് ഓടിക്കാൻ വേണ്ടിയിട്ട്. അന്ന് ഞാൻ ആകെ പെട്ടുപോയതാട്ടോ. കാരണം നമ്മൾ ഈ മാനുവൽ മാത്രം യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് ഓട്ടോമാറ്റിക് എടുക്കുമ്പോൾ ഭയങ്കര ഒരു ട്രബിൾ വരും, കാലം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. അപ്പോൾ അന്ന് ഏട്ടൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് നല്ല ചീത്തയും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുള്ളതാണ് കേട്ടോ. കാരണം അപ്പടി വണ്ടി ഓടിക്കാൻ അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണോ കാണിച്ചു കൂട്ടണേന്നൊക്കെ പറഞ്ഞാൽ എന്നെ ഫുൾ കണ്ണ് കൂട്ടണ ചീത്ത വിളിച്ചിട്ടുണ്ട് കേട്ടോ. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ടാറ്റയുടെ സർവീസ് ഭയങ്കര മോശമാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇത് പറയുന്നതും ശരിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കിതുവരെ ടിയാഗോയുടെ കാര്യത്തിൽ ഇതുവരെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ടാറ്റയുടെ അത്രയ്ക്ക് നല്ല വണ്ടി എൻ്റെ അറിവിൽ വേറെ ഇല്ല താനും. ഈ പറഞ്ഞ കേട്ടാ ഈ വീഡിയോയുടെ ഇടയിൽ വേറെ കമൻസ് വരും, അതല്ല വേറെ വണ്ടി ഉണ്ടെന്നൊക്കെ. ഞാൻ എൻ്റെ അറിവിൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. എനിക്കങ്ങനെ വല്ലാണ്ട് വണ്ടികളെ കുറിച്ചിട്ടൊന്നും അറിയില്ല. ആകെ അറിയാവുന്നത് ഒരു ഹുണ്ടായി ഉണ്ട്, ആകെ ഒരു ടാറ്റയുണ്ട്. കാരണം ഇതാണ് നമ്മുടെ ലൈഫിൽ യൂസ് ചെയ്തിട്ടുള്ള വണ്ടികൾ. അപ്പോൾ ഈ 2 വണ്ടികളെ കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ.
അങ്ങനെ ഇതാ നമ്മൾ പോവായി കേട്ടോ. തക്കടുള്ളത് തന്നെ രക്ഷപ്പെട്ടു, അല്ലാതെ ഞാൻ പെട്ടുപോയേനെ കേട്ടോ. ഞാൻ ടിയാഗോ അതുപോലെ ഇവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ ഇവിടുത്തെ ഒരു എന്താ പറയുക സ്റ്റാഫാണ് നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നത്. കാരണം ആദ്യമായിട്ട് ഓടിക്കുമ്പോൾ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്രാവശ്യം പിന്നെ തക്കടുള്ളത് കൊണ്ട് എനിക്ക് ആ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ നല്ല സ്മൂത്തായിട്ട് അത് ഹാൻഡിൽ ചെയ്തു കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഡ്രൈവിംഗ് അറിയാവുന്നതുകൊണ്ട്. എൻ്റെ അനിയൻ അറിയില്ല കേട്ടോ, സച്ചുറ്റൻ അറിയില്ല. അവൻ സ്കൂട്ടർ ഓടിക്കുന്ന അല്ലാണ്ട് കാർ ഓടിക്കാൻ അറിയില്ല കേട്ടോ. തക്കടും ചേട്ടനും ഉണ്ടെന്ന് വെച്ചാൽ ഒരു പ്രശ്നമില്ല. അതുപോലെ ഏട്ടനാണെങ്കിലും ആ ഒരു കാര്യത്തിൽ പുലിക്കുട്ടികളാണ് കേട്ടോ അവർ. ഈ ഷോറൂം വരുന്നത് ഗുരുവായൂർ കുന്നംകുളം റൂട്ടിൽ കോട്ടപ്പടിയിലാണ് കേട്ടോ ടാറ്റയുടെ ഈ ഷോറൂം. ഏട്ടൻ്റെ വക അവിടെ അവരുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ കുറച്ച് പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഭക്ഷണം കഴിക്കാൻ പോയതാണ് ഉച്ചയ്ക്ക് കാണുന്നത് കേട്ടോ. ഇതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല, കാരണം ചട്ടിയിൽ എന്തൊക്കെയായിട്ട് ഇരിക്കണൊക്കെ ഉണ്ട്. ഇതെന്താണെന്ന് എനിക്കറിയില്ല. അക്ഷയിനെ മാത്രം എനിക്ക് അതിൽ പരിചയമുള്ളൂ കേട്ടോ. പിന്നെ ഒരു ഫസ്റ്റ് കാണിച്ച ഒരു കുട്ടീനെ എനിക്കറിയാം, വേറെ ആരും എനിക്ക് പരിചയമില്ല കേട്ടോ. ചേച്ചി വീഡിയോ എടുക്കാൻ പറഞ്ഞു. പ്രമപ്പെട്ടു കേട്ടോ. ഇതാണോ റെക്കോർഡിയാണോ? യൂട്യൂബർ आपको मालूम है सेलिब्रिटी അപ്പോൾ അതാ നമ്മുടെ പഞ്ചൂട്ടൻ കുക്രു എന്നാണ് കേട്ടോ പേരിട്ടിട്ടുള്ളത്. ബായോ ഇപ്പം എല്ലാവരും കുക്രു കുക്രു എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നന്ദുവിൻ്റെ ബർത്ത്ഡേ കാണിക്ക് ഗിഫ്റ്റ്. പിന്നെ മഞ്ഞിലൊക്കെ വരാൻ പറയണെങ്കിൽ ഞാൻ വന്നിരുന്നു. എന്നെ പെണ്ണ് കാണാനല്ലേ വിളിച്ചുള്ളത്. ഗിഫ്റ്റ് അതിലെന്റെ പച്ച ഡ്രസ്സൊക്കെ കാണാണ്ടല്ലോ ഈശ്വര. എന്റെ പച്ച ഡ്രസ് ഇട്ടിട്ട് അമ്മ നിൽക്കുന്നു. എന്റെ ക്ലാസ്സില് നിന്റെ ഒരു വീഡിയോ കിട്ടിയോ? ഒരു ഡാൻസ് കളിക്കുന്നത് കൂടെ 3 പിള്ളേരുണ്ട്. ടിക്ടോക്കിലുള്ളതാ. നീ രണ്ടുപേരും മുട്ടിക്കിട്ടിരിങ്ങനെ അത് ഹൈലൈറ്റ്. അവസാന ഇത് അതിന്റെ ഫ്രണ്ട്സിന്റെ പേര് പറയാൻ എനിക്കറിയില്ല. നീ ആ ഫ്ലാഷ് ഒന്ന് ഓഫ് ചെയ്തേ. ഓക്കെ ഓക്കെ ചേച്ചിക്ക് ചെയ്യാനുള്ളത് ഇത് അടിപൊളിയായിട്ടുണ്ടല്ലേ. സെറ്റായി. എനിക്ക് സാരി എടുത്തത് ഭയങ്കര ഇഷ്ടമായി. ഇത് പയ്യന്റെ പേരുവിളിയുടെ ഫോട്ടോ അത്. അയ്യോ ഉണ്ടച്ചി. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതില് സാരി എടുത്ത ഫോട്ടോ, പിന്നെ പയ്യന്റെ പേരുവിളിയുടെ ഫോട്ടോ. ആ ഫോട്ടോ എനിക്കിത് വന്നിട്ടാ ചേച്ചി ഞാൻ എടുക്കണ്ടേ? ഇത് ഞാൻ എടുക്കണ്ടേ? ഇത് ഹാപ്പി ബർത്ത്ഡേ ഒന്നുമില്ല വേറെ. അമ്പോ സൂപ്പറായിണ്ടല്ലേ. ഇതൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കണം. ഇത് എന്റെ ഫ്രണ്ട് ഉണ്ടാക്കി, അവൾ സ്വന്തമായി ഉണ്ടാക്കുന്നത്. നല്ല മനസ്സിലാവാൻ നോക്കി, മലയാളത്തിൽ എഴുതണ്ടേ നോക്കി. മനസ്സിലാവോളൂ നല്ലതാണ്. എന്താ പറയാ, അത് വിഷമം വരുമ്പോ ഫിദയല്ലേ ഉണ്ടാക്കിയുള്ളത്? ഇത് വേറെ അനീസ. ഫിദനെ മാത്രമേ എനിക്കറിയുള്ളൂ. I love you. Thank you for always be my rainbow. പിന്നെ വിഷമം വന്നാൽ ഇത് നോക്കിക്കോളാം. ഞാൻ ഇത് നന്ദുവിൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ. അയ്യോ ഇതാ കുറേ സംഭവങ്ങൾ ഇങ്ങനെ എഴുതി കൂട്ടിയുണ്ട്. ഇംഗ്ലീഷ് അറിയാവുന്ന കുട്ടിയാണ് തെളിയിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് നല്ല രസമുണ്ടല്ലേ? അത് നല്ല ഭംഗിയുണ്ട്. തന്നെ ഇവിടെ ചേച്ചിയുടെ പിറന്നാളിൻ്റെ മിഠായി. ആ തീർന്നു ഒരു ഫാമിലി പാക്ക് അത് അവിടെ കൊടുത്തു. അടി നീ വേഗം. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, എറണാകുളത്തുള്ള ആന മേക്കറിൻ്റെ അടുത്ത് നിന്ന് അവൻ ആനനെ ഉണ്ടാക്കി എന്ന് പറഞ്ഞില്ലേ.
പറഞ്ഞ് ഉണ്ടാക്കിപ്പിച്ചതാണ് കേട്ടോ. നമ്മൾ പറയണ ആനേനെ അവർ ഉണ്ടാക്കി തരും. അത് വലുതും ചെറുതായാലൊക്കെ ഉണ്ട്. ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ടീമാണ്. ഇവിടെ ആനപ്രാന്താണ് കേട്ടോ. ചേട്ടനും അനിയനും നമ്മുടെ സ്റ്റാറ്റസ് ഒന്നും ഇടൂല. ഡെയിലി കാലത്തിട്ട് നോക്കിയാൽ ഏതെങ്കിലും ആനയുടെ ഒരു സ്റ്റാറ്റസ് അത് എവിടെ നിന്നാ കിട്ടണേന്ന് പോലും അറിയില്ല. അപ്പോൾ പാപ്പ എന്താ 2 കൈയോടും കൂടി ഏറ്റുവാങ്ങിയിട്ടുണ്ട് നമ്മുടെ ആനക്കുട്ടിയെ. എന്താ പറയുക, ഒറിജിനൽ ആനേനെ വാങ്ങാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ഈ മാതിരി ആനേനൊക്കെ വീട്ടിൽ വാങ്ങിച്ചേക്കും. അവന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവം ആയതുകൊണ്ടാണ് കേട്ടോ വീട്ടിലേക്ക് ആദ്യമായിട്ട് മൂപ്പരാൾ വാങ്ങിക്കേണ്ടതാണെന്ന് തോന്നുന്നു ഇത്. രാത്രി ആയപ്പോഴേക്കും നമ്മുടെ പുതിയ വീട് ലൈറ്റൊക്കെ ഇട്ട് നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. ഇന്ന് രാത്രി ചേച്ചിയുടെ വക ട്രീറ്റ് ആയിരുന്നു കേട്ടോ. നന്ദമോളെ പിറന്നാളിൻ്റെ ട്രീറ്റാണ്. നമ്മൾ ഈറ്റുമോറിലേക്കാണ് കേട്ടോ വന്നുള്ളത്. നമുക്ക് എപ്പോഴും ട്രീറ്റ് ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് വരുന്ന ഒരു മുഖം ഈറ്റുമോറിൻ്റെയാണ്. അവിടെ വിട്ടിട്ടൊരു കളിയില്ല. ഇവിടെ വന്ന് കുഴിമന്തി കഴിച്ചില്ലെങ്കിൽ ഞങ്ങൾക്കൊരു സമാധാനം ഇല്ലാത്ത പോലെയാണ് കേട്ടോ. കിട്ടൂട്ടാ കടിച്ചോ അമ്മു കടിച്ചോ. പിറന്നാളിന് നമ്മൾ എടുത്തു കൊടുത്ത ഡ്രസ്സ് കേട്ടാ നന്ദമോൾ ഇട്ടുള്ളത്. പാൻറ് ഇതല്ല. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.